ചൈനയുമായി ഒരു സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് കുക്ക് ദ്വീപുകൾ. ഇതോടെ വ്യാപാരം, നിക്ഷേപം, സമുദ്രശാസ്ത്രം, അടിസ്ഥാന സൗകര്യങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ അവരുടെ ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടക്കുകിഴക്കൻ ചൈനയിലെ ഹീലോങ്ജിയാങ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ഹാർബിനിൽ വെച്ച് കുക്ക് ദ്വീപുകളുടെ പ്രധാനമന്ത്രി മാർക്ക് ബ്രൗണും ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുവാങ്ങും ചേർന്നാണ് കരാർ ഔദ്യോഗികമായി അംഗീകരിച്ചത്. കരാർ ഒപ്പുവെച്ചതിനെ തുടർന്നുള്ള ഒരു പ്രസ്താവനയിൽ കുക്ക് ദ്വീപുകൾക്ക് പങ്കാളിത്തത്തിന്റെ സാധ്യതയുള്ള നേട്ടങ്ങളെക്കുറിച്ച് ബ്രൗൺ ഊന്നി പറയുകയുണ്ടായി. ന്യൂസിലാൻഡിനും ഹവായിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വയംഭരണ പസഫിക് രാജ്യമാണ് കുക്ക് ദ്വീപുകൾ. അതുകൊണ്ടുതന്നെ പസഫിക്കിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് ന്യൂസിലാൻഡിന് വലിയ ആശങ്കകളുണ്ട്. ബജറ്റ് പിന്തുണയും പ്രതിരോധ സഹായവും ഉൾപ്പെടെ കുക്ക് ദ്വീപുകളുമായി ന്യൂസിലാൻഡിന് ദീർഘകാല ബന്ധമുണ്ട്. പസഫിക് മേഖലയിൽ ചൈനയുടെ നയതന്ത്ര, സാമ്പത്തിക, സൈനിക സ്വാധീനം വികസിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കരാറിനെ കാണുന്നത്. ഇത് അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ പാശ്ചാത്യ സഖ്യകക്ഷികളിലും ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ചൈനയുമായുള്ള പങ്കാളിത്ത അവസരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ദേശീയ താൽപര്യങ്ങൾക്കും ദീർഘകാല വികസന ലക്ഷ്യങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കുന്നതിനും ഈ കരാർ തന്റെ രാജ്യത്തിന് അവസരങ്ങൾ നൽകുമെന്നാണ് കുക്ക് ദ്വീപുകളുടെ പ്രധാനമന്ത്രി മാർക്ക് ബ്രൗൺ അഭിപ്രായപ്പെട്ടത്. എന്നാൽ ന്യൂസിലാൻഡിന്റെ വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് ഈ കരാറിൽ ആശങ്കയുള്ളതായി വെളിപ്പെടുത്തിയിരുന്നു. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, സമുദ്രശാസ്ത്രം, കൃഷി, മത്സ്യകൃഷി, അടിസ്ഥാന സൗകര്യങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ ശേഷി, ദുരന്ത നിവാരണ തയ്യാറെടുപ്പ് എന്നിവയുൾപ്പെടെ മുൻഗണനാ മേഖലകളിൽ ചൈനയും കുക്ക് ദ്വീപുകളും തമ്മിലുള്ള സഹകരണത്തിനുള്ള ഒരു ചട്ടക്കൂട് ഈ കരാർ രൂപപ്പെടുത്തുന്നുണ്ട്. പ്രസ്തുത കരാറുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് രാജ്യം അവയെ സൂക്ഷ്മമായി പരിശോധിക്കുമെന്ന് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് പറഞ്ഞു. മേഖലയിൽ നയതന്ത്രപരവും സാമ്പത്തികവുമായ വികാസം തുടരുന്നതിനാൽ ചൈനയുമായി ബന്ധം ശക്തിപ്പെടുത്തുന്ന ഏറ്റവും പുതിയ പസഫിക് രാഷ്ട്രമാണ് കുക്ക് ദ്വീപുകൾ. സോളമൻ ദ്വീപുകൾ, കിരിബത്തി തുടങ്ങിയ രാജ്യങ്ങളുമായി സുരക്ഷാ വികസന കരാറുകളിൽ ഒപ്പുവെച്ചുകൊണ്ട് ചൈന സമീപ വർഷങ്ങളിൽ പസഫിക്കിലേക്ക് തങ്ങളുടെ സഹകരണം വിപുലീകരിച്ചിട്ടുണ്ട്. ഇതും പാശ്ചാത്യ സഖ്യകക്ഷികളുടെ ചങ്കിടിപ്പ് കൂട്ടിയ നീക്കങ്ങളാണ്. പസഫിക് സമുദ്രത്തിൽ അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവയുടെ ദീർഘകാല സാന്നിധ്യത്തെ വെല്ലുവിളിച്ച് പസഫിക്കിൽ സാമ്പത്തിക, നയതന്ത്ര സ്വാധീനം വികസിപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നതിനിടെയാണ് കുക്ക് ദ്വീപുകളിൽ നിന്നുള്ള ഈ പ്രഖ്യാപനം. ദക്ഷിണ പസഫിക്കിൽ വ്യാപിച്ചു കിടക്കുന്ന 17,000 ആളുകളുള്ള ഒരു രാജ്യമായ കുക്ക് ദ്വീപുകൾക്ക് അതിന്റെ വലിപ്പത്തിനപ്പുറം തന്ത്രപരമായ പ്രാധാന്യവുമുണ്ട്. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം മറ്റ് 13 പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങൾക്കൊപ്പം ഭൂമിയുടെ ഉപരിതലത്തിന്റെ 15% വരുന്ന വിശാലമായ സമുദ്രമേഖലകളും കുക്ക് ദ്വീപുകൾ നിയന്ത്രിക്കുന്നുണ്ട്. ചൈനയുടെ സാമ്പത്തിക, നയതന്ത്ര ഇടപെടലുകളെ സൈനിക അടിത്തറ ഉറപ്പാക്കാനും പ്രകൃതി വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കാനും പ്രധാന കപ്പൽപാതകളിൽ സ്വാധീനം ചെലുത്താനുമുള്ള ഷീ ജിൻപിങ് ഭരണകൂടത്തിന്റെ വലിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവ ഈ നീക്കത്തെ കാണുന്നത്. ന്യൂസിലൻഡുമായുള്ള സ്വതന്ത്ര ബന്ധമുണ്ടായിരുന്നിട്ടും അന്താരാഷ്ട്ര കരാറുകളിൽ ഏർപ്പെടാനുള്ള കുക്ക് ദ്വീപുകളുടെ നീക്കം മേഖലയിൽ സ്വാധീനം ചെലുത്താൻ മത്സരിക്കുന്ന പ്രധാന ശക്തികൾക്ക് ഏറെ വെല്ലുവിളിയാണ്. ചൈനയുമായുള്ള കുക്ക് ദ്വീപുകളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിലൂടെ പാശ്ചാത്യ സഖ്യകക്ഷികളുമായി ചരിത്രപരമായി ബന്ധമുള്ള ഒരു പ്രദേശത്ത് ചൈനയുടെ തന്ത്രപരമായ സ്ഥാനം ദ്വീപ് രാഷ്ട്രം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബ്രൗണിന്റെ സന്ദർശന വേളയിൽ കുക്ക് ദ്വീപുകളിലെ ഉദ്യോഗസ്ഥർ ചൈനീസ് സ്ഥാപനങ്ങളുമായി കടൽത്തീര ധാതു ഗവേഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇത് ഈ മേഖലയിലെ ചൈനീസ് നിക്ഷേപത്തിന്റെ സാധ്യത ഉയർത്തിക്കാട്ടുന്നതാണ്. കൂടാതെ നിക്കൽ, കൊബാൾട്ട്, മറ്റ് വിലയേറിയ ലോഹങ്ങൾ എന്നിവയാൽ സമ്പന്നമായ നൊഡ്യൂളുകൾ വേർതിരിച്ചെടുക്കുന്നതിനായി കുക്ക് ദ്വീപുകൾ ആഴക്കടൽ ഖനനവും പരിഗണിക്കുന്നുണ്ട്. പാരിസ്ഥിതിക ആശങ്കകൾ കാരണം ആഴക്കടൽ ഖനനം അന്താരാഷ്ട്ര തലത്തിൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. എന്നാൽ വിഭവസമൃദ്ധമായ സമ്പദ് വ്യവസ്ഥകൾക്ക് ഇത് ഇപ്പോഴും ലാഭകരമായ ഒരു അവസരം തന്നെയാണ്.